ഇനി മറ്റു വാർത്തകളിലേക്ക്. ഫുട്ബോൾ ആവേശത്തിന് വീണ്ടും തിരികൊളുത്തിക്കൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ കൊച്ചിയിൽ നടക്കും. ഫെബ്രുവരി 22 മുതൽ മെയ് വരെയാണ് കൊച്ചി വേദിയാകുന്നത്. കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. അതേസമയം ഹോം സ്റ്റേഡിയത്തിന്റെ വാടക നിരക്കിൽ വൻ ഇളവ് നൽകിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് വലിയ പിന്തുണയാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ISL ഉദ്ഘാടനത്തിന് മുൻപായി സ്റ്റേഡിയത്തിലെ ശേഷിക്കുന്ന പണികൾ പൂർത്തിയാക്കും. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം ഇപ്പോൾ വീണ്ടും ഒരു ഫുട്ബോൾ ആവേശത്തിലേക്ക് കൊച്ചി എത്തുകയാണല്ലേ? തീർച്ചയായിട്ടും ഇത്തവണ ISLന്റെ പന്തുരുളുന്നത് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്കായിരിക്കുമെന്നായിരുന്നു ഇതുവരെ ലഭ്യമായിരുന്ന വിവരങ്ങൾ. കൊച്ചിക്ക് വേദികൾ നഷ്ടമാകുമെന്നുള്ള ഒരു ആശങ്ക കായിക പ്രേമികൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ അനിശ്ചിതത്വങ്ങളെല്ലാം തന്നെ തീർത്തിരിക്കുന്നു. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ISL മത്സരങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 22 മുതൽ മെയ് മാസം വരെ നീളുന്ന 9 മത്സരങ്ങളാണ് കൊച്ചിയിൽ വെച്ച് നടക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള ഇപ്പോൾ വ്യക്തത വരുത്തി കഴിഞ്ഞു. കൊച്ചിയിൽ തന്നെയായിരിക്കും മത്സരം എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലേക്ക് മത്സരങ്ങൾ മാറ്റുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നിരുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്റ്റേഡിയത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു അത്തരത്തിലൊരു നീക്കം ഉണ്ടായിരുന്നത്. പക്ഷേ കോഴിക്കോട് മറ്റൊരു റേസിംഗ് ചാമ്പ്യൻഷിപ്പിന് ആ വേദിയായതോടെ ആ സ്റ്റേഡിയം തകർന്നുവെന്നും അത് പൂർവ്വസ്ഥിതിയിലായിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ കൊച്ചിയിലേക്ക് മത്സരങ്ങൾ തിരികെ വരാൻ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇത്തവണത്തെ ISL മത്സരങ്ങൾ വലിയ രീതിയിൽ ആശങ്കയിലായിരുന്നപ്പോൾ, അനിശ്ചിതത്തിലായിരുന്നപ്പോൾ ഫീസിൽ ഈ ഗ്രൗണ്ട് ഫീസ്, അതായത് ഇത്തരത്തിൽ ഹോം ഗ്രൗണ്ട് ഫീസിനെ സംബന്ധിച്ചുള്ള ഒരു വാടക, അതിൽ വലിയ രീതിയിലുള്ളൊരു ധാരണ ആയിരിക്കുകയാണ്. വളരെ വലിയ ഒരു വിട്ടുവീഴ്ചയ്ക്ക് GCDA തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ 8 ലക്ഷത്തിന് ആയിരുന്നു ഈ വാടകയെങ്കിൽ ഇത്തവണ അത് 2,40,000 രൂപയിലേക്ക് കുറച്ചിരിക്കുകയാണ്. അതുകൂടി വാടക ഇനത്തിൽ കൂടി ധാരണയായതോടുകൂടിയാണ് കൊച്ചിയിൽ തന്നെ മത്സരങ്ങൾ നടത്താനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. പക്ഷേ അത് ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. ചില പണികൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. പ്രത്യേകിച്ച് ഫ്ലഡ് ഡേറ്റിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പണികൾ എത്താനുണ്ട്. അത് ആദ്യ മത്സരം, അതായത് ഉദ്ഘാടന മത്സരം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ പണികളെല്ലാം തന്നെ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ GCDA വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു സാധ്യത കൂടി GCDA മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാർച്ച് 31 ഒരു അന്താരാഷ്ട്ര മത്സരം കൂടി കൊച്ചിയിൽ നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇന്ത്യ ഹോങ്കോങ് ഒരു സൗഹൃദ മത്സരത്തിന് കൂടി കൊച്ചി വേദിയാകാനുള്ള സാധ്യതയുണ്ടെന്നും അതിന് ചർച്ചകൾ നടന്നു വരികയാണെന്നും ഇപ്പോൾ GCDA വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും കൊച്ചി വീണ്ടും ഒരു ഫുട്ബോൾ ആവേശത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഫുട്ബോൾ പ്രേമികൾ കൊച്ചിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞപ്പടയ്ക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ വലിയ രീതിയിലുള്ള ആവേശത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഫുട്ബോൾ ആവേശത്തിന് വീണ്ടും തിരികൊളുത്തിക്കൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ കൊച്ചിയിൽ നടക്കും. ഫെബ്രുവരി 22 മുതൽ മെയ് വരെയാണ് കൊച്ചി വേദിയാക്കുന്നത്. വിവരം നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.